എന്റെ ഇൻസ്റ്റ ഐ ഡി വിവേക് വൈശാഖനാണ്, നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ സിംഗിൾ ആണ്, കല്യാണം വെച്ചില്ല. 23 ഇഡ്ഡലി വട, 2 ഇഡ്ഡലിയും അതിലേക്ക് ഓരോ വടയും. ഞങ്ങളിത് സ്പെഷ്യൽ വട പറഞ്ഞിട്ടുണ്ട്. വട നല്ല ചൂടുള്ള വട. ഇത് ശർക്കര മാത്രം എന്തോ കോംബോ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മൊത്തം ഒരു കോംബോ ആണ്. ഇതൊക്കെ ഇവിടുത്തെ കർണാടക സ്പെഷ്യലാണ്. ഇതിന്റെ പേരെന്താ പറഞ്ഞു? ನೀವು ನೋಡಾಗೆ ಕೆಸರಲ್ಲಿ ನಿಂತಿದ್ದೀನಿ. ಇಲ್ಲಿ ನಿಲ್ತಾ ಇದ್ರೆ ನಾನು ಎಲ್ಲ ಕ್ಲೀನ್ ಗುಡಿಸಿ ಮಾಡಿ ಹೋಗ್ತಾ ಇದ್ದೆ. പാട്ടിരുത്തേ അതെടുത്ത് ഒഴിവാക്കി. അല്ലെങ്കിലേ കിട്ടുന്ന 16 ദിവസം അതിന് നീ കോപ്പിറൈറ്റ് കൂടെ അടുപ്പിച്ചല്ലേ. മച്ചോന്നാണല്ലോ ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മളിത് അബി വാട്ടർഫാൾസിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി സൈഡാക്കി ഇടട്ടെ. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഹോട്ടൽ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാ ഭയങ്കര വൈബ്. ഇവിടെ നല്ല കോട ഉണ്ട് ഗൈസ്. ഇതിലിങ്ങനെ കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. മൊത്തത്തിൽ ഭയങ്കര കോട. ആ ഭാഗത്തൊക്കെ ഇതിൽ കാണുന്നു. കിട്ടിലും വ്യൂ ഉണ്ട് മൊത്തത്തിൽ. നമ്മുടെ റോഡ് സൈഡ് മൊത്തം നല്ല അടിപൊളിയാ. എന്താണ് കൊടവ സമാജ കോംപ്ലക്സ്. കൊടവ സമാജ കോംപ്ലക്സ്. നൈസ്. അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടുത്തെ ഫുഡും ടേസ്റ്റും പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോയേക്കാം ഗൈസ്. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. എന്താ വെച്ചാ ഫുഡില്ലേ? ഫുഡുണ്ട് ഗൈസ്. ഇതിനുള്ള ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചിട്ട് നല്ല സ്മെല്ല് അല്ലേ? ഭയങ്കര പോസിറ്റീവ്. തൂക്ക് വേണ്ട അയ്യോ മച്ച എന്താ ഫുഡ് എന്താ ഉള്ളത്? മസാല ദോശയുണ്ട്. ഓക്കേ അനീഷടാ. ഓ നല്ല ചൂട് വട. ഗൈസ്, എന്റെ മോൻ ഇവിടുന്ന് വാഷ് ചെയ്യുന്നിടത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഗൈസ്, അങ്ങനെ അതെ ഞാനും അച്ഛനും മസാല ദോശ എന്താ പറഞ്ഞ ഗീ മസാല ദോശ. ഇത് ഷാനും അനീഷും മരീത് എന്താണ് ഇഡ്ഡലി വട, 2 ഇഡ്ഡലിയും അതിലേക്ക് ഓരോ വടയും. ഞങ്ങളിത് സ്പെഷ്യൽ വട പറഞ്ഞിട്ടുണ്ട്. വട നല്ല ചൂടുള്ള വട. ഇത് ശർക്കര മാത്രം എന്തോ കോംബോ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മൊത്തം ഒരു കോംബോ ആണ്. ഇതൊക്കെ ഇവിടുത്തെ കർണാടക സ്പെഷ്യലാണ്. ഇതിന്റെ പേരെന്താ പറഞ്ഞു? പുലാവ്. എന്താ സീറ. ഇത് ഉപ്മാവ്. അത് നമ്മുടെ നാട്ടിലുണ്ട്. മസാല ദോശ. ഇതൊരു കോംബോ. ഇതിലെല്ലാം ഉണ്ട്. ചെറിയ മസാല ദോശ, പൂരി, വട, ഇഡ്ഡലി, ഗർഭ, അങ്ങനെ കറി. ഇഡ്ഡലി, ഗർഭ, ദോശ, ഗർഭ, വട, ഗർഭ. കൊള്ളാം. ഈ സാധനം കൊള്ളാട്ടെ. വെജിറ്റബിൾ പോലത്തെ ഇതും കൊള്ളാം. ഞാൻ ഇത് രണ്ടും ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇത് മുമ്പ് വെച്ചിട്ടുണ്ട്. സോറി, അത് മുമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷേ കൊള്ളാം. നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ ടേസ്റ്റ്. മറ്റേത് ഭയങ്കര മധുരം. രസമുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? എരിവുണ്ടല്ലോ. ഓക്കെ, കൊള്ളാം. എന്തായാലും അപ്പൊ ഇത് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളിത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് രാജാ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എന്തോ പാർക്ക് പോലത്തെ പരിപാടിയാണെന്നൊക്കെയാണെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. എന്താ ഇന്ന് മൊത്തം ഇങ്ങനെ ചെറിയ സ്പോട്ടുകൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നിട്ടാ. അപ്പൊ ഗൈസ്, ഇനി രാജാ സീറ്റിൽ എത്തിയിട്ട് കാണട്ടെ. അപ്പൊ ബൈ. രാജാ സീറ്റ് എത്തിയിരിക്കണ്ട. ഇത് ഇവിടെ നടക്കണം. ഇവിടെ മൊത്തം കോടയാണ് ഗൈസ്. ഇപ്പൊ ഏകദേശം സമയം 8 കോട ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്റെ മോനെ. അപ്പോൾ ഇതാണ് രാജാ സീറ്റ് ഗാർഡൻ. അതിൻ്റെ എൻട്രൻസ് ആണിത്. അവിടെ ടിക്കറ്റ് എടുക്കുന്നത് എത്ര ടിക്കറ്റിന്? 8 വയസ്സുള്ളവർക്ക് ടിക്കറ്റ്, 8 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ് വേണ്ടേട്ടാ. ഇതൊരു പാർക്കാണ്. ನೀವು ನೋಡಾಗೆ ಕೆಸರಲ್ಲಿ ನಿಂತಿದ್ದೀನಿ. ಇಲ್ಲಿ ನಿಲ್ತಾ ಇದ್ರೆ ನಾನು ಎಲ್ಲ ಕ್ಲೀನ್ ಗುಡಿಸಿ ಮಾಡಿ ಹೋಗ್ತಾ ಇದ್ದೆ. ഗൈസ്, അമ്മച്ചി എന്തിനോ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടതിനാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. പുള്ളിക്കാരി ഇവിടെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഗാർഡനും പരിപാടിയൊക്കെ. അപ്പോൾ കാണിച്ചു തരട്ടെ. അതിന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ടിക്കറ്റിന് 20 രൂപ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് രാജാ സീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതേ ഇതിൻ്റെ ഒരു ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ടോപ്പ് എന്നല്ല, നമ്മൾ കയറിയിരുന്ന തന്നെ ഈ ഭാഗമാണ്. നല്ല അടിപൊളി വിഷ്വൽ കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് ഈ സമയത്തും കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. എവിടെ നിന്നാലും അതായത് AC-യുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വണ്ടിയിലൊന്നും AC-യുടെ ഒന്നും ആവശ്യമില്ല. മൊത്തം കോടയാണ്. ഇത് ഒരു പാർക്കാണ് കേട്ടോ ഇത്. ഒരുപാട് ഇത് ടൈം സ്പെൻഡ് ചെയ്യാൻ, വെറുതെ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പാർക്കാണ്. ആളുകൾ ഇവിടെ ചുമ്മാ അതായത് മോർണിംഗ് വാക്കിനൊക്കെയാണെന്ന് തോന്നുന്നത്. മോർണിംഗ് വാക്കിനൊക്കെ വരുന്നവരും പരിപാടികളൊക്കെ ഉണ്ട്. മോർണിംഗ് വാക്കിനൊന്നല്ല, അതായത് അങ്ങനെ വരുന്ന പോലെ 20 രൂപ ടിക്കറ്റ് ഇട്ടാ. അതായത് വെറുതെ ചുമ്മാ കയറി ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ നൈസാണ്.
ചേർത്തറ അങ്ങനെ എന്നാലും ആ കൂർഗ് മുഴുവൻ കിട്ടൂലല്ലോ. ഗൈസ് ഇവിടെ മറ്റേ സ്കൈ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. ഇതാ എന്ത് സ്കൈ ഡൈവിംഗ് അല്ലല്ലോ, എന്തിന്റെ പേര്? ആ സിപ്പ് ലൈന്. എത്ര രൂപ ഇതിന് ടിക്കറ്റ് പറഞ്ഞേ? 300 രൂപ. ഇത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം അവിടെ വരെ കൊള്ളാട്ടാ. അവിടുന്ന് താഴേക്കാ കൊള്ളാട്ടാ പരിപാടി. അത് നൈസാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ നൈസാണ്. നമ്മളിങ്ങനെ കാണുന്നൊക്കെ ഉണ്ടല്ലോ. ഇടുക്കിയിലുണ്ട് സംഭവട്ടാ. ഇടുക്കിയിൽ ആകെ 2000 രൂപ 4000 രൂപ അങ്ങനെ എന്താണ്. അതായത് ഗൈസ് ഇതേ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെന്നായിരിക്കും. പക്ഷെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ചുമ്മാ വെറുതെ അവിടം വരെ പോകുന്നു, അതുപോലെ തന്നെ തിരിച്ചു കയറുന്നു. എന്നാലും നമ്മൾ ഇവിടെ വരെ വന്നല്ലേ, അപ്പൊ ആ സ്ഥലം കാണാതെ പോകുന്നു ശരിയല്ലല്ലോ. ആ അതെ, എല്ലാം നല്ല രസം. ഷാനുവിന്റെ ശംഖുപുഷ്പം മേലുണ്ട്. ഇതല്ലേ നിനക്ക് മുമ്പത്തെ വീഡിയോയില് പറഞ്ഞ അത്ര ഉഷാറില്ലല്ലോ. അവിടെ പറയടാ എങ്ങനെയുണ്ട് സ്ഥലം? ഭയങ്കര ഇഷ്ടമായ ഞാൻ പാട്ടിട്ടേ അതെടുത്ത് ഒഴിവാക്കി. കോപ്പിറൈറ്റ് വന്ന് അല്ലെങ്കിലേ കിട്ടുന്ന 16 വ്യൂസ്. അതിന് നീ കോപ്പിറൈറ്റ് കൂടെ അടുപ്പിച്ചാല് ശർത്തടെ എന്തൊന്നും ഉണ്ടാത്ത ആ കോംബോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഏറ്റവും തോന്നുന്നല്ലേ. പിന്നെ കോംബോ നല്ല കോംബോ ആയിരുന്നു. അവിടുന്ന് തന്നെ ടോയ്ലറ്റ് പോയിട്ടാണ് പുള്ളി ഇറങ്ങിയത്. എന്റെ ഇൻസ്റ്റ ഐഡി വിവേക് വൈശാഖനാണ്, നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ കെട്ടി സിംഗിൾ ആണ്, കല്യാണം കഴിച്ചില്ല. 23 അതെ, കല്യാണം കഴിച്ച ഒരു സിംഗിൾ. പ്രായം വിഷയമല്ല, ജോലി വേണം, ഗവൺമെന്റ് ജോലി. എന്റെ വകയിലൊരു അമ്മൂമ്മ ഉണ്ട്, അത് മതിയാവോ? ഗൈസ് അപ്പൊ നമ്മളിത് നിങ്ങക്ക് നാണില്ല കണ്ടോണ്ടിരിക്കുന്നത്, പോയിക്കൂടെ? നിങ്ങള് പോ, വിവി വൈശാഖിന്റെ ഇതില് പോ, അതില് പോ, അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇവനെ കാണാൻ. അയ്യോ ഗൈസ്, ഇവിടെ മൊത്തം കോടയാണ് കേട്ടോ, ഭയങ്കര നല്ല തണുത്ത കാറ്റും. നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇല്ലല്ല, ഞങ്ങള് പോകാനായിന്ന്. അയ്യോ ഗൈസ്, ദേ അങ്ങറ്റത്ത് കാണുന്ന ആ സ്ഥലം ഉണ്ടോ നമ്മള് മുകളിൽ നിന്ന് കണ്ടിരുന്നത്, അവിടുന്ന് ഇറങ്ങിയാണ് നമ്മളിത് ഇപ്പൊ ഇവിടെ എത്തിയത്. അവിടുന്ന് നല്ല വ്യൂ ആയിരുന്നു, ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ആളെ ഇത് പറയുമ്പോഴെങ്കിലും നീ ഒന്ന് തിരിച്ചൂടെ? നിനക്കൊന്ന് തിരിച്ചൂടെ ഇത് പറയുമ്പോഴെങ്കിലും? ശരത്തേട്ടൻ ഇനിയിപ്പോ ചിരി പൊട്ടൂല, കാരണം ആ കോംബോ ബ്രേക്ക്ഫാസ്റ്റ് അത് ഏറ്റിട്ടുണ്ട്.
കാണാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പുള്ളി അവിടുന്ന് ടോയ്ലറ്റ് കണ്ടെത്തും വരെ അത്ര രസമില്ലായിരുന്നു. അല്ല ഫുഡ് നല്ല നൈസ് ആയിരുന്നു. ഫുഡ് മൊത്തത്തിൽ നൈസ് ആയിരുന്നു. ഇപ്പൊ നമ്മളെ വെച്ചാണെങ്കിലൊക്കെ നൈസ് ആയിരുന്നു. ഷാനു, നിനക്ക് നിന്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട് നിന്റെ കണ്ണൂരിലെ മറ്റേ ഏതാണ് നീ ഏതോ വാട്ടർഫാൾസ് പറഞ്ഞു? അവിടത്തെ പയ്യാമ്പലം അവിടെ ഇതുപോലെ അപ്പൊ ഗൈസ് നമ്മളിത് ഇതിനുള്ളിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഈ വ്യൂ പോയിന്റ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. എല്ലാരും സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഗൈസ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ്ട. ഇന്ന് കുറെ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ സ്പോട്ടുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്തത് വേറെ അനീഷ് അടുത്തേക്കോട്ടാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നത്. ഗോൾഡൻ ടെമ്പിൾ ആ വാറ് അതായിരുന്നു നമ്മൾ ഹൈലൈറ്റ് ഇട്ടാ. ഇന്ന് ഗോൾഡൻ ടെമ്പിൾ പോകുന്നുണ്ട് ഇവിടെ ഉള്ള. അതല്ലെങ്കിൽ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഉണ്ട്, അങ്ങോട്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് മ്യൂസിയം പരിപാടി. എന്താ നമ്മള് എല്ലാം കൂടെ ഒരു വ്ളോഗ് ആക്കാൻ കഴിയൂല. മുറിച്ചായിരിക്കും. അപ്പൊ ഏതൊക്കെ വീഡിയോയിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഗൈസ് ഈ വീഡിയോ ഈ സ്ഥലത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, കാണാട്ടെ.